മക്കളെ നീറ്റിന് വേണ്ടി റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് ഒരു ലൂപ്പായിട്ട് മാറാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം കുട്ടികൾ അവരുടെ ജേണിയെ പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്താതെ, അവർക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സ് മനസ്സിലാക്കാതെ, അതിന് വേണ്ട റെക്ടിഫിക്കേഷൻസ് ചെയ്യാതെ അവർ ആ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഇതിനൊക്കെ പുറമെ വളരെ ബാലിശമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് രണ്ടാമത് മൂന്നാമത്തെ കൊല്ലമൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. അവരെന്താണ് ആലോചിക്കുന്നത്? ഒരു കൊല്ലം ഞാൻ പഠിച്ചു, ഞാൻ കുറച്ച് പ്രോഗ്രസ് ഉണ്ടാക്കി, ഞാൻ രണ്ടാമത്തെ കൊല്ലം വീണ്ടും ചിലവാക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പഠിക്കുമല്ലോ, അപ്പോൾ ഞാൻ വീണ്ടും പ്രോഗ്രസ് ഉണ്ടാക്കുകയാണല്ലോ, സോ 2 പ്രോഗ്രസ്സും ആഡപ്പ് ചെയ്ത് എനിക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയാണല്ലോ എന്ന് പറയുന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു തിങ്കിങ് ആണ് അവർ കൊടുക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയല്ല സംഭവിക്കുക. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വേണ്ട ഗിയറുകൾ മാറ്റിക്കൊണ്ട് ഇനി നമ്മൾ ആ കൊല്ലം അതിന് കൊടുക്കുന്നത് വെറുത്തിട്ടാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ കൊല്ലമൊക്കെ ഇതിന് വേണ്ടി ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഡിസിഷനാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി രണ്ടാമത് മൂന്നാമത്തെ കൊല്ലമൊക്കെ ഇരിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി നിങ്ങൾക്കൊരു മെൻറ്ററിങ് വേണം. അങ്ങനത്തെ ഒരു മെൻറ്ററിങ് 1-to-1 ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഐ വിൽ ബി ദേർ ഫോർ യു. സോ സീ യു ദെൻ. ബൈ.